നമസ്കാരം ഗൈസ്, ഞങ്ങൾ 4 പേരും കൂടെ കൂടി ഒന്ന് അരീക്കൽ വാട്ടർഫോൾസിൽ പോവാട്ടോ. മഴ തുടങ്ങിയ ശേഷം ഇൻസ്റ്റഗ്രാം തുറന്ന മുഴുവൻ ഇതിൻ്റെ റീൽസാണ്. അങ്ങനെ അത് കണ്ട് അഡിക്റ്റായിട്ട് ഇറങ്ങിയതാട്ടോ ഇത്. എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ വെയിൽ ഒട്ടും സഹിക്കബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏകദേശം 3-3:30 ആയപ്പോഴേക്കാട്ടോ ഇറങ്ങിയത്. മഴക്കാലം ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിലേക്കുള്ള റൂട്ടിൽ അത്യാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അരീക്കലെത്തി. അങ്ങനെ വണ്ടിയൊക്കെ വഴി സൈഡിൽ പാർക്ക് ചെയ്ത് മുടിയൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന വഴിക്ക് ദൂരെ നിന്ന് വെള്ളച്ചാട്ടം കണ്ടതിൻ്റെ കൗതുകം കേട്ടോ ജിമ്മിൻ്റെ മുഖത്ത് നിങ്ങളീ കാണുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ റീല് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നവരാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും മഴയത്ത് നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇന്ന് നല്ല ആൾത്തിരക്കായതുകൊണ്ടും നമുക്കാണെങ്കിൽ ഇനിയൊരു സ്ഥലത്ത് പോകേണ്ടതുള്ളതുകൊണ്ടും ഞങ്ങൾ വെള്ളത്തിലിറങ്ങാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തു. പകരം ചുമ്മാ കാലും കഴുകി 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഫ്ലോയിൽ മൂട് നനഞ്ഞിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ച ജിമ്മിൻ്റെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് ഗൈസ്. അതിനുശേഷം വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഫെബിൻ്റെ ഒരു ബാഹുബലി പോസായിരുന്നു. അപ്പോഴത്തേക്കാണ് ദൂരക്കാഴ്ച ജോബിൻ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. യോഗയില്ലമ്മണിയെ പായമടക്കിക്കോളീന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് വെറും 7 മിനിറ്റേ ഉള്ളൂ കേട്ടോ കൊച്ചീരിക്കൽ കേവ്സിലേക്ക്. അരീക്കൽ വാട്ടർഫോൾസിൽ വരാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ നല്ലൊരു സജഷൻ ആയിരിക്കും കേട്ടോ. കൊച്ചീരിക്കൽ കേവ്സിലും ടിക്കറ്റ് വേണം. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് നടന്നു. ഇവിടുന്ന് ഉള്ളിലേക്ക് പോകാൻ നല്ല രസമാണ് കേട്ടോ. വലിയ പടുകൂറ്റം മരങ്ങൾക്കിടയിൽ കൂടെ നടന്നാട്ടോ നമ്മൾ ഈ ഗുഹയുടെ അങ്ങോട്ട് ചെല്ലുന്നത്. ഇവിടുത്തെ ഗുഹ ഒരിക്കലും പാറ കൊണ്ടുള്ള ഗുഹയല്ല കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള ഒരു വലിയ മരത്തിന്റെ അടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗുഹയാണ്. ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചെറിയ അരുവി പോലെ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട്. അത് നേരെ ഒഴുകി ചെന്ന് ചേരുന്നത് ഒരു കുളത്തിലേക്കാട്ടോ. ആ കുളത്തിൽ നമുക്ക് കുളിക്കുകയും ചെയ്യാം. വലിയ ഏരിയയിലൊന്നും അല്ല ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ആ ഉള്ള സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാനായിട്ട്. ഇവിടെ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മഴക്കാലത്ത് വന്നാൽ മതി കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.